വിശകലന രംഗത്ത് ശ്രദ്ധേയനായ വ്യക്തിയാണ് ലോക്നീതി CSDS സഹ ഡയറക്ടർ സഞ്ജയ് കുമാർ. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചു എന്നൊരു ആരോപണം അദ്ദേഹത്തിന്റെ സ്ഥാപനം പുറത്തുവിട്ടിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. എന്നാൽ പിന്നീട് ഈ ഡാറ്റ തെറ്റാണെന്ന് മനസ്സിലാക്കിയ സഞ്ജയ് കുമാർ തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ ക്ഷമാപണം നടത്തുകയായിരുന്നു. സഞ്ജയ് കുമാറിന്റെ ക്ഷമാപണത്തിന് പിന്നാലെ BJP ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. BJP വക്താവായ അമിത് മാളവ്യ ലോക്നീതി CSDSനെയും കോൺഗ്രസിനെയും നേരിട്ട് ആക്രമിച്ചു. മഹാരാഷ്ട്രയിലെ വോട്ടർമാരെ അപകീർത്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധി ആശ്രയിച്ച ഡാറ്റ ഉപയോഗിച്ച അതേ സ്ഥാപനം ഇപ്പോൾ അവരുടെ കണക്കുകൾ തെറ്റാണെന്ന് സമ്മതിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയെ മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഇവർ തെറ്റിദ്ധരിപ്പിച്ചു. യഥാർത്ഥ വോട്ടർമാരെ വ്യാജരായി മുദ്രകുത്തിയ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഇത് എവിടെയാണ് എത്തിക്കുന്നത്? ഈ പ്രസ്താവനകൾക്ക് സഞ്ജയ് കുമാറിന്റെ ക്ഷമാപണം ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ ആരോപിച്ചത് എന്നതുകൊണ്ട് സഞ്ജയ് കുമാറിന്റെ വെളിപ്പെടുത്തൽ അവർക്ക് വലിയ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോക്നീതി CSDS ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളെ കുറിച്ചുള്ള സർവേകൾ നടത്തുന്ന പ്രമുഖ സ്ഥാപനമാണ്. അവരുടെ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചത് അവരുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു സ്ഥാപനം തെറ്റായ ഡാറ്റ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് പോലുള്ള അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ. തെറ്റായ ഡാറ്റ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകുന്നു. ഇത് വോട്ടർമാരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഈ സംഭവം ഡാറ്റയുടെ കൃത്യതയും ഉത്തരവാദിത്വവും എത്ര പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഡാറ്റ വിശകലനത്തിൽ കൃത്യത വരുത്താൻ കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് സഞ്ജയ് കുമാറിന്റെ ട്വീറ്റിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ സംഭവിച്ച പിഴവ് സമൂഹത്തിന് വലിയൊരു പാഠമാണ്. വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് എല്ലാ പൗരന്മാരുടെയും, പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെയും തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരുടെയും ഉത്തരവാദിത്തമാണ്. ഈ സംഭവം ഒരു വ്യക്തിയുടെ പിഴവായി മാത്രം കാണാതെ വിവര സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും എങ്ങനെയാണ് സമൂഹത്തെ വഴിതെറ്റിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമായി കാണാം. സഞ്ജയ് കുമാറിന്റെ ഡാറ്റയെ ആസ്പദമാക്കി രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ മറുപടി നൽകിയിരുന്നു. വോട്ട് മോഷണം പോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഭരണഘടനയോടുള്ള അനാദരവാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയോട് തന്റെ ആരോപണങ്ങൾ സത്യവാങ്മൂലം നൽകി തെളിയിക്കാനോ അല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയാനോ ആവശ്യപ്പെട്ടു. സഞ്ജയ് കുമാറിന്റെ ക്ഷമാപണം വന്നതോടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രതിരോധത്തിലായി. കാരണം അവരുടെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ ഡാറ്റ തെറ്റായിരുന്നു. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകൾക്ക് കൂടുതൽ കരുത്തു നൽകുന്നു. ലോക്നീതി CSDSന്റെ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ എപ്പോഴും ശ്രദ്ധേയമാണ്. പല തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരും മാധ്യമങ്ങളും അവരുടെ സർവേ ഫലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നിട്ടും ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചത് അവരുടെ പ്രവർത്തന രീതിയെ ചോദ്യം ചെയ്യാൻ ഇടയാക്കും. മുൻപ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എക്സിറ്റ് പോളുകളിൽ നിന്ന് വ്യത്യസ്തമായപ്പോൾ ലോക്നീതി CSDS നടത്തിയ തിരഞ്ഞെടുപ്പാനന്തര സർവേകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഉയർന്ന നിലയിലാണെങ്കിലും തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് പ്രതിപക്ഷത്തിന് ഗുണം ചെയ്തതെന്ന് ഈ സർവേകൾ കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിലും കൃത്യമായ ഡാറ്റ നൽകിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് ഗുരുതരമായ പിഴവ് സംഭവിച്ചപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ അത് വലിയൊരു ആയുധമായി ഉപയോഗിച്ചു. ഇത് രാഷ്ട്രീയത്തിൽ ഡാറ്റ വിശകലനത്തിനുള്ള പ്രാധാന്യവും അതേസമയം അതിലെ ചെറിയ പിഴവുകൾക്ക് പോലും വലിയ വില നൽകേണ്ടി വരുമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സഞ്ജയ് കുമാറിന്റെ ക്ഷമാപണം ഒരു രാഷ്ട്രീയ പാഠമായി അവർ എങ്ങനെ കാണുമെന്നും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ എന്തെല്ലാം ചർച്ചകൾ നടക്കുമെന്നും കണ്ടറിയാം.